ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പ്രധാനമായും ഭൂമിയെ സ്നേഹിക്കുന്നത് മാത്രമാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. സോ മരം വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിനി രക്ഷപ്പെടാനാവുള്ളൂ. അത് എത്രയും പെട്ടെന്ന് മരങ്ങൾ വയ്ക്കുക, നമ്മൾ മാത്രമല്ല വയ്ക്കുന്നവരെ സഹായിക്കുക. ഗ്ലോബലി പല ഓർഗനൈസേഷനും മരം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ അവർക്ക് എന്താണെന്ന് വെച്ചാൽ സഹായിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മരം വയ്ക്കുന്ന രൂപത്തിൽ തന്നെയാണ്. എല്ലാം നല്ല നല്ല സംഘടനകളാണ് ഈ മരം വയ്ക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനി അടുത്ത നമ്മൾ ഓൾറെഡി സംസാരിച്ച മാതിരി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. സോ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ ബിസിനസ്സുകളെ നമ്മൾ പ്രോത്സാഹനം നൽകുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ പൈസ അധികം മുടക്കാതുള്ള പരിപാടിയാണിത്. കാശ് മുടക്കാതെ ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് പലർക്കും അത് പ്രയോജനകരമായിരിക്കും. നിങ്ങൾക്കത് ഇന്ത്യയിലിരുന്നു കൊണ്ട് ആഗോളടിസ്ഥാനത്തിൽ ബിസിനസ് ചെയ്യുന്നതാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും, പഠിപ്പിക്കാനും ശ്രമിക്കും. പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഷെയറിങ് ഇൻഫർമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അറിവുകൾ പകർന്നു തരിക, അത് നമ്മളത്രയും വലിയ അതിനെക്കുറിച്ച് അത്രയും നോളജുള്ള ആളായിരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും കമൻസിൽ നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൽ രേഖപ്പെടുത്തുക. അടുത്തത് നമ്മൾ പറഞ്ഞ മാതിരി ഭൂമിയെ തൊട്ടുള്ള ബിസിനസ്സാണ്. കാരണം മദർ എർത്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ മദർ എർത്ത്. അതിൽ ടച്ച് ചെയ്ത എല്ലാ ബിസിനസ്സുകാരും കോടിയായി ഉണ്ടാക്കിയിരിക്കുന്ന വേൾഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആൾക്കാരാണ് കൂടുതൽ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭൂമിയെ സ്നേഹിച്ചുകൊണ്ട് ആ ഭൂമിയുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ മേഖലകൾക്ക് ഇറങ്ങി. പക്ഷേ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇറക്കാൻ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ ട്രാൻസ്പെറൻസിയും ഒത്തൻറ്റിക്കേഷനുമാണ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും. പിന്നെ കണ്ടെത്താൻ ആര് വാങ്ങുമെന്നുള്ളത് കണ്ടെത്തുക, ഇതെല്ലാമാണ് നമ്മുടെ എല്ലാവർക്കും പ്രശ്നം. ഇവിടെ ലോക്കലിലെ എത്രയോ ബ്രോക്കേഴ്സ് എത്രയോ വർഷങ്ങളിൽ കുട്ടിക്കാലം മുതൽ അറിഞ്ഞ് അതിനുശേഷം അവർ അച്ഛനായി അമ്മയായി പിന്നീടത് മുത്തശ്ശനാകുന്ന വരെയുള്ള കഥകൾ അറിയുന്ന എത്രയോ ലോക്കൽ ബ്രോക്കേഴ്സ് ഉണ്ട്. പക്ഷേ അവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല. മാജിക് ബ്രിക്സും അതുമാതിരിയുള്ള പോർട്ടൽസ് ഇന്ന് നിലവിൽ നിറയെ പോർട്ടൽസ് ഉണ്ട്. ആ പോർട്ടൽസിന് കൂടുതൽ വിൽക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് വിൽക്കാൻ കഴിയുന്നില്ല വെച്ചാൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ആ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും ഒന്നുകൊണക്കി അതിൽ വഴി എല്ലാവർക്കും ലാഭം കിട്ടുന്ന രീതിയിൽ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതിനു വേണ്ടിയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏവർക്കും ഈ ബിസിനസ്സിൽ പങ്കുചേർന്നുകൊണ്ട് എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റിൽ നിന്നും ലാഭം നേടാൻ കഴിയും. ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് തന്നെ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ സീരിയസ് ആയിട്ട് വീക്ക്ലി ആളുകളെ വിളിച്ചു വരുത്തി എന്തിന് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളുമായി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറൻസിയാണ്, ഒത്തൻറ്റിക്കേഷനാണ്. അത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ല നിങ്ങൾക്കൊരു ലീഡ് കിട്ടി ആർക്കെങ്കിലും വീട് വിൽക്കണമെന്ന് പറയുക, വീട് വാങ്ങണമെന്ന് പറയുക, ഈ ശൃംഖലയിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതും ഒരു സക്സസ്ഫുൾ കോൺസെപ്റ്റായിട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ഉടനെ അതിനെപ്പറ്റിയെല്ലാം സംസാരിക്കാം. ഇതെല്ലാം നമ്മൾ ഭൂമിയെ സ്നേഹിക്കുമ്പോൾ ഭൂമി നമുക്ക് തരുന്ന ഒരു ഐഡിയയാണ്. അതിനെയാണ് നമ്മൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. റിയൽ എസ്റ്റേറ്റിൽ തീർച്ചയായിട്ടും നിരവധി ആളുകളെ കൊണ്ടുവരാനും ആ ബിസിനസ് നിന്നും സമ്പാദിക്കാനും കഴിയണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. താങ്ക് യു.